നമസ്കാരം. ജനത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കണം എന്നതിൽ PhD എടുത്തിരിക്കുകയാണ് പിണറായി സർക്കാർ. അങ്ങനെ ജനത്തെ പിഴിഞ്ഞ് 2000 രൂപ കൂടി അടിച്ചെടുക്കാനുള്ള പുതിയ പണിയുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം അത് എങ്ങനെയൊക്കെ തകിടം മറിച്ചിട്ട് നശിപ്പിക്കാമോ ആ രീതിയിൽ അതിനെ തകിടം മറിച്ചിട്ട് അത് പരിഹരിക്കാതെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ സർക്കാർ വകുപ്പുകൾക്കുള്ള മിടുക്ക് മറ്റാർക്കും തന്നെ കാണില്ല. ഇരുചക്ര വാഹന ഉടമകളെല്ലാം 6 മാസം കൂടുമ്പോൾ മുറ തെറ്റാതെ നടത്തുന്നതാണ് പുക പരിശോധന. കാരണം വഴിയിൽ പോലീസ് പരിശോധിച്ചാൽ 2000 രൂപയാണ് പിഴ നൽകേണ്ടി വരുന്നത്. അതിനാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വണ്ടിയിൽ കരുതിയിരിക്കും. പുക പരിശോധനയിൽ പരാജയപ്പെടുക എന്നൊരു സംഭവമേ പണ്ടെങ്കും ഉണ്ടാകാറില്ലായിരുന്നു. സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇരുചക്ര വാഹനങ്ങൾ. ഇരുചക്ര വാഹനമില്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ കുറവാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ പകുതിയോളം ഓടിക്കുന്നത് വനിതകളാണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ വഴിയിൽ നിന്ന് പരിശോധിക്കാതെ തന്നെ ക്യാമറയിൽ കണ്ടെത്തി പിഴ ഈടാക്കുന്ന സംവിധാനവും വന്നു. ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ 500 രൂപയാണ് പിഴ ഈടാക്കുന്നത്. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലോ 2000 രൂപ ആണ് പിഴ ഈടാക്കുന്നത്. അത് കുറച്ച് കടുപ്പമാണ്. കേന്ദ്രമാണ് ഈ തുക നിശ്ചയിച്ചതെന്നും അത് കുറയ്ക്കുമെന്നൊക്കെ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നതാണെങ്കിലും ഒന്നും കുറച്ചില്ല. അതിനിടെ കൂനിന്മേൽ കുരു എന്ന പോലെ തന്നെ പുകപരിശോധനയിൽ പരാജയപ്പെടുന്നതിനാൽ ആയിരക്കണക്കിന് ഇരുചക്ര പെട്രോൾ വാഹനങ്ങൾ ഇപ്പോഴും റോഡിൽ ഇറക്കാനാകാത്ത സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. വാഹനത്തിൻ്റെ പുക പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാറുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ പഴയ പോലെ ചുമ്മാ അങ്ങ് ചെന്ന് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതായത് താമരാക്ഷം പിള്ളമാർക്ക് ചുമ്മാ ചെന്നാൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തോതിൽ കൂടുതൽ മലിനീകരണമുണ്ടെങ്കിൽ വാഹനത്തിന് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ടെസ്റ്റിൽ പാസ്സാകാത്ത വാഹനങ്ങൾ എന്താണോ പിഴവ് എന്നത് കണ്ടെത്തി അത് പരിഹരിച്ചതിന് ശേഷമേ വാഹനത്തിന് സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല. വാഹന ഉടമകൾ പറയുന്നത് സാങ്കേതിക പിഴവ് മൂലമാണ് പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് എന്നാണ്. ഇക്കാര്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹരിക്കുവാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തുനിഞ്ഞിട്ടില്ല. പലതവണ പരിശോധന നടത്തിയിട്ടും പരാജയപ്പെടുന്നതിനാൽ പലരും വണ്ടിയെടുക്കാതെ വീട്ടിൽ തന്നെ ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഈ കുരുക്കിൽപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പുകപരിശോധന കേന്ദ്രങ്ങളിലാകട്ടെ പരിശോധനയിൽ പരാജയപ്പെട്ടാലും ഫീസ് നൽകണം എന്ന ബോർഡും ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് പല സ്ഥലത്തും വാക്ക് തർക്കങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. കേന്ദ്രം കൊണ്ടുവന്ന ചട്ട ഭേദഗതിക്ക് ശേഷമാണ് ഒരു കുഴപ്പവുമില്ലാതെ നടന്നുകൊണ്ടിരുന്ന പുകപരിശോധന തകിടം മറിഞ്ഞത്. പരിശോധനാ കേന്ദ്രത്തിൽ ലഭിക്കുന്ന യഥാർത്ഥ റീഡിംഗ് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് മാറ്റം വരുത്തി മലിനീകരണ തോത് നിർണ്ണയിക്കുന്നതാണ് പുതിയ രീതി. പുകപരിശോധനയിൽ കൂടുതൽ വാഹനങ്ങൾ പരാജയപ്പെടുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സോഫ്റ്റ്വെയറാണ് പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് ഇടപെടുവാനായിട്ട് പരിമിതിയുണ്ടെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. BS6 വാഹനങ്ങളിലും അതുപോലെ തന്നെ കാറ്റലിറ്റിക് കൺവെർട്ടറുള്ള 2007 മുമ്പുള്ള കാറുകളിലുമാണ് ഇത് നടപ്പാക്കേണ്ടതെന്ന് കേന്ദ്രം ചട്ട ഭേദഗതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ കിട്ടിയ അവസരം മുതലാക്കി കേരളത്തിൽ ഇത് എല്ലാ വാഹനങ്ങൾക്കും ബാധകമാക്കുകയായിരുന്നു. ഇത് ഒഴിവാക്കിയാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതിനാണ് മോട്ടോർ വാഹന വകുപ്പും മന്ത്രിയും തയ്യാറാകേണ്ടത്. അല്ലാതെ സാധാരണക്കാരെ വലയ്ക്കുന്ന പുകപരിശോധന തുടരുകയല്ല ചെയ്യേണ്ടത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.